ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിൽ നിന്നാണ് രാഹുൽ ഇപ്പോൾ ചേരുന്നത്. രാഹുൽ, തൊടുപുഴയിൽ മഴയുണ്ടോ? ഹൈറേഞ്ചിലും എന്താണ് സ്ഥിതി രാഹുൽ? ഉന്മേഷ്, ഹൈറേഞ്ചിലാണ് പ്രധാനമായും ഇപ്പോൾ മഴ പെയ്യുന്നത്. പീരുമേട്, കുട്ടിക്കാനം, വാഗമൺ, അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലെ വിവിധ മേഖലകളിലും അടിമാലിയിലും ഒക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലോ റേഞ്ചിൽ തൊടുപുഴയിൽ അല്പസമയം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തോർന്ന അന്തരീക്ഷമാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത്ര രസകരമല്ലാത്ത അല്ലെങ്കിൽ ഒരാശങ്കപ്പെടുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. കാരണം ചെറിയ രീതിയിൽ സാവധാനം പെയ്തു നിൽക്കുകയാണത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അത്തരം മഴകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശങ്ക സ്വാഭാവികമായിട്ടും ഇടുക്കിയിലെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുറക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവധിക്കാല ക്ലാസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുൾപ്പെടെ നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ചെറിയ ചെറിയ മണ്ണിടിച്ചിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് വലിയ ബുദ്ധിമുട്ട് ഇടുക്കിയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.